നമസ്കാരം രജനി. നമസ്കാരം. എങ്ങനെയാണ് അങ്ങ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ലയായ കാസർഗോഡ് നിന്നും തെക്കേറ്റത്തുള്ള തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപത്മ സ്വാമി ക്ഷേത്രത്തിൽ ശാന്തിയായി നിയോഗിക്കപ്പെട്ടത്? ഞങ്ങളുടെ പൂർവക്രമ പ്രകാരം ഞങ്ങൾക്ക് പുറപ്പെടാ ശാന്തിയായിട്ട് കിട്ടിയുള്ള പുല്ലൂർ യോഗസഭയ്ക്കുള്ള അവകാശപ്പെട്ടതാണ് ഈ ശാന്തി. അത് ഈ അനന്തപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അവിടുന്ന് അങ്ങോട്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ കൂട്ടത്തിൽ ഈ വില്ലുമംഗലം സ്വാമി എന്നൊരാളുണ്ടല്ലോ, അയാളും ദ്വൈതം, അങ്ങനെ ദ്വൈതമായിട്ടുള്ള സംവാദത്തിൽ ഈ ഇദ്ദേഹം പോയിരുന്ന എന്തോ കാരണത്താൽ ഇവിടുന്ന് അങ്ങ് മറിഞ്ഞിട്ട് അങ്ങനെ എന്നെ കാണാൻ വേണമെങ്കിൽ അനന്തപുരിയിൽ വന്നാൽ മതി പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങ് പോയിന്നാ. അങ്ങനെ പോയിട്ട് കുറേ കാലം ഇയാളെ ചുറ്റിത്തിരിഞ്ഞെല്ലാം കൂടെ അവിടെ എത്തി അനന്തപുരിയിൽ പോയപ്പോൾ ഇയാൾക്കൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഇന്ന സ്ഥലമുണ്ട്, അവിടെ എന്നെ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പിന്നെ അവിടെ ഒരു മരം, ലഞ്ഞിമരം അങ്ങനെ എന്തോ ആണ്, അതിൽ കാണാമെന്നും പറഞ്ഞിട്ട് ഇയാൾ അവിടെ പോയി കണ്ടു. അങ്ങനെ ആ മരത്തിൽ കണ്ടു. അപ്പോൾ ഇതൊന്നും കൊടുക്കണമല്ലോ. അപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു അവിടെ. ആ മാങ്ങ ആദ്യമായിട്ട് ചിരട്ടയിൽ എടുത്തിട്ട് ബുദ്ധിം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ആ സങ്കല്പം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തിയാവാൻ ഏതൊക്കെ ഇല്ലക്കാർക്ക് അവസരം? അങ്ങനെ ഇന്ന ഇല്ലക്കാർ വേണം, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ട്. ഞങ്ങൾ പുല്ലൂർ പത്തില്ലം എന്ന് പറഞ്ഞ പ്രത്യേക ഇല്ലക്കാരുണ്ട്. അവർക്കത് അവിടെ രേഖയായിട്ട് തന്നെ ഉണ്ട്. ആ ഇല്ലക്കാർക്ക് അവകാശപ്പെട്ടതാണ് ഈ പുറപ്പെടാ ശാന്തി. എന്തൊക്കെയാണ് അവിടുത്തെ മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന്? അവിടെ ഈ സാധാരണ മേശാന്തി എന്നല്ല പറയപ്പെടുന്നത്, നമ്പി എന്നാണ്. നമ്പി അത് എങ്ങനെ വെച്ചാൽ അവിടെ നിലവിലുള്ള ആൾ മാറുന്ന സമയത്ത് ഞങ്ങളുടെ യോഗസഭയ്ക്ക് അവിടുന്ന്, അതായത് അവിടുന്ന് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇദ്ദേഹത്തിനൊരു ഇത് കൊടുക്കുമല്ലോ. ആ കൊടുത്തതിൻ്റെ പകർപ്പ് പുതിയതായിട്ട് ആൾ വേണമെന്നുണ്ടെങ്കിൽ യോഗസഭ പ്രസിഡൻറ്റിന് ഇങ്ങോട്ട് അയക്കും. ഇവിടുന്ന് അത് സെലക്ഷൻ ആക്കിയിട്ട് ആദ്യം ഈ അടുത്ത നമ്പി മുഖാന്തരം അപേക്ഷ കൊടുക്കുക. ആ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇയാളുടെ റെക്കമെൻഡും കൂടെ വേണം. ഇയാൾ പൂജ അറിയുന്ന ആളാണ്, തന്ത്രം അറിയുന്ന ആളാണ്, മന്ത്രം അറിയുന്ന ആളാണ്. അതുകൊണ്ട് പിന്നെ ഇയാളെ സെലക്ട് ചെയ്യുന്നതിന് ദോഷമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അതങ്ങ് കൊടുക്കുന്നു. അത് പിന്നെ രണ്ടാമത് റിട്ടേൺ ആയിട്ട് വന്ന് രണ്ടാമത് ഞങ്ങളെ യോഗസഭാ പ്രസിഡൻറ്റിന് തന്നെയാണ് അതിൻ്റെ മറുപടി വരിക. പിന്നെ അതിന് പോകേണ്ട ക്രമങ്ങളെപ്പറ്റി അവരുടെ അന്യോന്യം ചർച്ച ചെയ്യും. അപ്പോൾ മുമ്പ് കൂട്ടി യോഗസഭ മുഖാന്തരം ഒരപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്താൽ അത് അയാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭാഗം അവർ തീരുമാനിക്കും. അതായത് പറ്റുമോ ഇല്ലയോ, അഥവാ പറ്റുകയാണെങ്കിൽ എങ്ങനെയെങ്കിലാണ് എപ്പോഴാണെന്നെല്ലാം കൂടി അവരിങ്ങോട്ട് വിവരം തരണം. തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ദിവസം പോയി പിന്നെ അപേക്ഷ കൊടുത്തുമല്ലോ, അത് സെലക്ഷൻ ആയിക്കഴിഞ്ഞാലാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭാവി ഇതെല്ലാം നമ്മൾ ആടുന്നൊരു ഇത് വേണ്ടി വരുമോ. കാരണം എന്തെല്ലാം വേണ്ടതെന്നെല്ലാം നമുക്കൊന്നും അറിയണമല്ലോ. അപ്പം അങ്ങനെ അന്വേഷിച്ചപ്പോൾ അത് പിന്നെ കുറച്ച് മുമ്പ് അച്ഛൻ കുറേ കാലം ഇരുന്നത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ വിവരമൊക്കെ ഉണ്ടെങ്കിലും എന്നാലും പുതുതായിട്ട് പോകുമ്പോൾ ഒരു ഇത് വേണമല്ലോ. മറ്റേതൊരു 30-35 കൊല്ലം മുമ്പാണ് അച്ഛൻ ഒഴിഞ്ഞത് തന്നെ. 72 ഒഴിഞ്ഞു. അപ്പം ഞാനന്ന് വിദ്യാർത്ഥിയാന്ന്. പിന്നെ അച്ഛനുള്ള സമയത്ത് 2-3 തവണ പോയിട്ടുണ്ട്. പിന്നെ ഏട്ടൻ അവിടെ നിന്നിട്ട് തന്നെയാണ് കോളേജിലെല്ലാം പോയി പ്രൊഫസറായതൊക്കെ. അവിടെ താമസിച്ചിട്ട് ഇവിടുന്ന് നീലേശ്വരത്ത് നിന്ന് പാസ്സായിട്ട് നേരെ പോയി പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്ന് അവിടുന്ന് MA വരെ പഠിച്ച് മലയാളം പ്രൊഫസറായിട്ട് പയ്യന്നൂർ. പിന്നെ അനിയനും അങ്ങനെ ഉപനയനം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് വിദ്യാഭ്യാസ സൗകര്യത്തിന് വേണ്ടി അവിടെ പോയി താമസാക്കി. അവിടെ സ്വന്തം വീട് കാര്യങ്ങൾ നമ്പിമഠം ഉണ്ടല്ലോ. നമ്പിമാർക്ക് താമസിക്കാൻ പ്രത്യേക മഠം തന്നെയുണ്ട്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്നാണ് വെപ്പ്. ക്ഷേത്രം പിന്നെ ദേവസ്വത്തിന്റെ കീഴിലാണോ അതോ പിന്നെ രാജഭരണ കീഴിൽ തന്നെ? മുമ്പേ തന്നെ അതിന് കേസൊക്കെ വന്നു. അവസാനം കോടതി വിധി തന്നെ അത് രാജാവിൻ്റെ തന്നെ ആണ് അവർ വിധിയാക്കി. നിലവിലും രാജാവിന്റെ മേൽനോട്ടത്തില് ആവുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കടമ്പകളാണ് ഒരു പ്രധാന നമ്പിയാവുന്നതിന് മുമ്പുള്ള കടമ്പകൾ എന്തൊക്കെയാണ്? കടമ്പകൾ വെച്ചാൽ അവർ പറയുന്ന കുറേ ചിട്ടകളുണ്ട്. അതൊക്കെ നമ്മൾ സ്വീകരിച്ചും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്വാമിയാന്മാരുണ്ട് 2 പേര്.
അതായത് ഈ വില്ലുമംഗലം എന്നുള്ള സങ്കല്പത്തിലാണ് അതിൻ്റെ ഏർപ്പാട്. അവർ ദിവസം അവിടെ അർച്ചന ചെയ്യണം. അപ്പോൾ ആ സങ്കല്പത്തിൽ അവരാണ് നമുക്ക് ആചാരം തരും പൂജക്ക്. പിന്നെ താന്ത്രിക ഇത് തരണനെല്ലൂരിനാണ്, ഇരിഞ്ഞാലക്കുട. അപ്പോൾ അങ്ങനെ നമ്മളെ ആചാരം തരുന്നത് ഇവരാണ്. നമ്പിസ്ഥാനം തരുന്നതുണ്ടല്ലോ സ്വാമിയന്മാരാണ്. അത് ഇനി ചില ബൈലോട്ട് അത് പ്രകാരം ആവുന്നത്. പ്രധാന നമ്പിക്ക് സഹായത്തിനായിട്ട് എത്ര കീഴ്ശാന്തിമാര് നമ്മളെ മേശാന്തി എന്ന് പറഞ്ഞാൽ ഇക്കരദേശിമാർക്ക് 12 ആൾക്കാരാണ് കീഴ്ശാന്തിമാരായിട്ട് വേണ്ടത്. 12 വെച്ചാൽ ബാക്കി 2-3 സ്ഥലവും കൂടി ഉണ്ട്, അടുത്തേക്കും കൂടി ആയത്. നരസിംഹന്റെ അടുത്തും പിന്നെ ശ്രീകൃഷ്ണന്റെ അടുത്തും വെപ്പെല്ലാം ഒരുമിച്ച് തന്നെയാണ്. നദ്യം വെപ്പും ഇതെല്ലാം ഉണ്ടല്ലോ, വെള്ളം എല്ലാം ഒരേ സെക്ഷനിൽ വരുന്നതാണ്. നിയമനം പിന്നെ കീഴ്ശാന്തിമാരുടെ നിയമനം അത് ഈ നമ്പിയാണ് നിയമിക്കേണ്ടത്, അല്ലാതെ ദേവസ്വം ഒന്നല്ല. ദേവസ്വക്കാരാണല്ലോ അല്ല, അങ്ങനെയല്ല, രാജകുടുംബത്തിന്റെ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ല, നമ്മൾ തീരുമാനിക്കും, അവർ അംഗീകരിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടുന്ന ആളെ നമ്മന്റെ സെലക്ഷൻ ആക്കണം. അതായത് പെരിശാന്തിമാര്, പിന്നെ വെള്ളം, പാൽപ്പായസം, അപ്പം, ഇതെല്ലാം ആവണമല്ലോ. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ സെക്ഷനായിട്ട് തന്നെ നമ്മൾ എഴുതി കൊടുക്കണം. അത് നാളെ നമ്മളെ പുറത്തൊടുകയാണെങ്കിൽ തലേ ദിവസം നമ്മൾ എഴുതി കൊടുത്തിട്ടൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഈ അപേക്ഷയും ഇതും കൂടെ വെച്ച് കൊടുത്താൽ അവരത് പാസ്സാക്കിയിട്ട് അവിടെ നോട്ടീസ് ബോർഡിലിടും. പിറ്റേ ദിവസം പോയിട്ട് അവർ ചെയ്തോളാം. അങ്ങനെയാണ്. പിന്നെ ഈ പെരിശാന്തിമാരെന്ന് പറയുന്നവരെ അങ്ങനെ എല്ലാവരെയും ആക്കാൻ പറ്റില്ല. അവർ കുറച്ചധികം ഉത്തരവാദിത്വവും കാര്യമുണ്ട്. മറ്റേവർക്കല്ലേ അവരെ പണി കഴിഞ്ഞാൽ അങ്ങ് പോവാം, ഇവർക്കത് പറ്റൂല. അപ്പോൾ ഈ കീഴ്ശാന്തിമാരെ അവിടെ തന്നെ സ്ഥിരം താമസം ഉണ്ടാവണം, വേണമല്ലോ. അല്ല ഞാൻ പിന്നെ വേറെ ആളെ ആക്കണ്ടേ? വേറെ ആളെ ഇപ്പോൾ എല്ലാം ആക്കുന്ന മുമ്പെല്ലാം അവരറിയാണ്ട് തന്നെ നമുക്ക് ആക്കാം. ഇപ്പൊ അതല്ല, നമ്മൾ അവിടെ എഴുതി കൊടുക്കണം, എല്ലാവർക്കും പകരം ഇന്നാളാണ്. പ്രധാന നമ്പിയുടെ പിന്നെ പൂജാ കാലയളവ് എത്ര വർഷം, അങ്ങനെ എന്തെങ്കിലും കണക്ക് കാര്യങ്ങളുണ്ട്? സാധാരണ മുമ്പ് 3 വർഷം എന്നാണ് കണക്ക്. ഇപ്പൊ അത് 1 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ അങ്ങനെ സംഭവിച്ചു. അതെ, പിന്നെ അത് വേണമെങ്കിൽ നമ്മൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തോളാം, 2 3. ഞാൻ പിന്നെ 3 വർഷം ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അത് 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ പറഞ്ഞു ആയിട്ടില്ല, ഒരു 6 മാസം ഉത്സവം കഴിയാണ്ട് പോകേണ്ടത്. ഞാൻ കൊടുത്തത് ഇടമാസത്തിലാണ്, ഞാൻ ഇരുന്നതും ഇടമാസത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞപാട് ഞാൻ ആ ഓർഡറാക്കി. അപ്പോഴും തമ്പുരാൻ അവിടുന്ന് ഓർഡർ വന്നു, ഈ ഉത്സവം കഴിയാണ്ട് പോകാൻ പാടില്ല. ഉത്സവം നമ്മളെ മുറയിൽ പുതിയതായിട്ട് വന്നാൽ അത്ര എളുപ്പത്തിലാവില്ല. അതുപോലെ ഇപ്പോൾ അവിടെ മെയിൻ നമ്പിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ അങ്ങ് അവിടെ ഉത്തരവാദിത്തം ഏൽക്കുന്നതിന് മുമ്പുള്ള പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി. വ്യക്തിപരമായിട്ടുള്ള ഒരുക്കങ്ങൾ വെച്ചാൽ ആദ്യം സ്വാമിയാരോ തലേ ദിവസം തന്നെ പോയിട്ട്, തലേ ദിവസം അതിൻ്റെ 2 ദിവസം മുമ്പ് പോയിട്ട് നമ്മൾ അനുഗ്രഹിക്കലുണ്ട്. അവിടെ പോയാൽ ഒരു ഇതെല്ലാം വെച്ച് കണിക്കെല്ലാം വെച്ചിട്ട് അത് കൊടുത്ത് നമ്പിയിരിക്കാൻ പോകുന്നു. അത് ശരി പറയും. അങ്ങനെ 2 സ്വാമിയാന്മാരുണ്ട്, 2 ആൾക്കും കൊടുക്കണം. അത് കഴിഞ്ഞാൽ അവർ ആ സമയത്തിൻ്റെ കണക്കായിട്ട് രാവിലെ വന്നാലും ആ സമയത്താകുമ്പോൾ അവിടെ എത്തും. ഒരു 11 മണി നോറ്റാ എൻ്റെ കണക്ക്. അപ്പോൾ ആ സമയമാകുമ്പോൾ അവരവിടെ എത്തണം. അവർ 2 ആളും ഇരിക്കും. പിന്നെ അവർക്കൊരു ഇതെല്ലാം കൊടുക്കലുണ്ട്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ അതിൽ ഹെഡ് ആരാന്ന് വെച്ചാൽ അവർ നമുക്ക് കുട തരും. ആ കുട തരണം എന്നുണ്ടെങ്കിൽ ആദ്യം ആടെ ഇല്ലാതെ ഒഴിയണ്ടേ. അപ്പം അതിനൊരു ചടങ്ങുണ്ട്. അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുളിച്ചിട്ട് ഇപ്പുറത്ത് നിൽക്കാം, അങ്ങ് അകത്ത് കയറില്ല എന്ന് തോന്നുന്നു ആ സമയം. അപ്പോൾ അത് ആ സമയം വരുമ്പോഴേക്ക് ഈ വായിക്കുന്ന ആളുണ്ട്, അതിൻ്റെ ഒരു പിന്നെ എന്താ പറയേണ്ട ആടാ, അവർക്കെന്തോ ഒരു തസ്തികയുണ്ട്, ശമ്പളക്കാരനെ. അവർ വന്നിട്ട് പറയും ഇന്നാൾ ഒഴിയാൻ പോകുന്നു, ആ ആളിലേക്ക് പുതിയ ആളെ ക്ഷണിക്കുന്നതുകൊണ്ട് ഇയാൾക്ക് ഒഴിയാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം വരട്ടെ എന്നല്ല നിലക്ക് പറയും. അപ്പോൾ ഇയാൾ നേരെ ശ്രീകോവിലിൽ നിന്ന് നേരെ വന്നിട്ട് അവിടെ പോയിട്ട് അവിടെ പിന്നെ ദക്ഷിണ കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് ഇപ്പോൾ ഓർമ്മയില്ല, നമസ്കരിച്ചോളാം. നമസ്കരിച്ചിട്ട് കുടയാടെ വെച്ച് നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ആടെ ഇവരെ ആളുണ്ടാവും. അവരെന്തെങ്കിലും ഒരു വസ്ത്രമൊക്കെ കൊടുക്കില്ല, ചെറിയ തോർത്തയുണ്ടാവും, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് പോവാം. അത് കഴിഞ്ഞാൽ അടുത്ത ആളെ വിളിക്കലായി, പുതിയ ആളെ വിളിച്ചാൽ അയാൾ നേരെ പിന്നെ ആദ്യ അമ്പലത്തിൽ തൊഴുതിട്ടേ വരും, മറ്റേതൊക്കെല്ലാം തൊഴുതിട്ട് വേണം ഇവിടെ വരാൻ. പിന്നെ നേരം കയറിക്കോളാം, ആടെ നമസ്കരിക്കാം.
നമസ്കരിച്ചാൽ പിന്നെ ഒരു കുട തരും. കുട തന്നിട്ട് എടുത്ത് നമ്പിയായിട്ട് അവരോധിച്ചതുകൊണ്ട് പോയി ഉച്ചപൂജ ചെയ്യുക. അയാളൊരു വാചകം പറയും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വിളക്കുകാരനുണ്ട്. അയാളും പിന്നെ അതിന് ഇതുണ്ടാവും, ഒരു മുൻപിൽ നടക്കേണ്ടവരുണ്ടല്ലോ. അവരും കൂടെ നേരെ മിത്രാനന്തപുരം കുളത്തിൽ പോകണം കുളിക്കാൻ. അവിടെ പോയി കഴിഞ്ഞാൽ കുളിച്ച് കൂത്തുടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരാം. വന്നിട്ട് ആദ്യം പിന്നെ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് തൊഴുക. എന്നിട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് അകത്ത് പോയിട്ട് അതിലെ കൂടെ പോയി പിന്നെ നരസിംഹത്തിൻ്റെ വാതക്കാലം വേണം മറ്റേടത്തേക്ക് കിടക്കാൻ. അതിലെ കൂടെ ആടെയും തൊഴുതിട്ട് നേരെ അകത്തേക്ക് കിടക്കാം. അകത്തേക്ക് കിടന്ന് നേരെ മണിയടിച്ചിട്ട് ശ്രീകോവിലിൻ്റെ അകത്ത് കിടക്കാം. അപ്പോൾ കുട വേണം. കുട ഈ കുട തന്നെ എടുത്തിട്ടാണ് പോകുന്നത്. അതേ കുട തന്നെ എടുത്തിട്ട് കുട എന്ന് പറയുന്ന ഒരു ആചാരം പിന്നെ ഒരു കൊല ഇതുണ്ടാവും, താക്കോല്. അത് പിന്നെ നമ്പി തരേണ്ടതാണ്. അതിലൊന്നുമില്ല, പക്ഷെ അതൊരു ആചാരമാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് നേരെ അടിയടിച്ചിട്ട് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയാൽ പിന്നെ നടുക്കത്തെ വാതിലിൻ്റെ തെക്ക് ഭാഗത്തും അവസാനത്തെ വാതിലിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു മേശ പോലെയുണ്ട്, എല്ലിൻ്റെ തന്നെ. അവിടെ ഇതെല്ലാം വെക്കുക. വെച്ചിട്ട് അകത്തേക്ക് കൂടെ ഒരു പ്രദർശനം ഉണ്ട് ഇടനാഴിയിൽ. എന്നിട്ട് നേരെ അകത്തേക്ക് കയറി ഒരു ആദ്യം മുതൽ ചേർത്തോളാം. പിന്നെ ഉച്ചപൂജയും കഴിഞ്ഞ് ശിവേലിയും കഴിഞ്ഞിട്ട് പോയിക്കോളാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാം. അത് മുമ്പ് വില്ലുമംഗലം പ്രതിഷ്ഠിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഒരു ദാരുശില്പം പോലെയാണ്. അതിപ്പോഴും ഇതാണ്, കടുശർക്കര യോഗത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കടുശർക്കര എന്ന് വെച്ചാൽ അത് കുറേ ക്ഷാളഗ്രാമവും പിന്നെ അതിന് പ്രത്യേകം മരുന്നുകളോ എന്തൊക്കെയോ കൂട്ടി കടഞ്ഞ് എടുത്തിട്ട് നിർമ്മിച്ചതാണ്. വെള്ളം തെറിക്കാൻ പാടില്ല, അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവരിതിങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് എട്ടുവിട്ടപ്പിള്ളമാരും ഇങ്ങനെ ചില നമ്പൂരിമാരും ഇവരെല്ലാം കൂടി ഓരോ സംഘർഷമൊക്കെ അവസാനം ഇത് പിന്നെ രാജാവ് മനസ്സിലാക്കിയത്. രാജാവ് വന്നിട്ട് ഇവരെല്ലാം കൈയടക്കിയിട്ട് ഇതിൻ്റെ മുഴുവൻ അധികാരം അവരേറ്റെടുത്തു. ഏറ്റെടുത്തേ പിന്നെ ശ്രീകോവിലും ബാക്കിയുള്ളതെല്ലാം ആയത്. പിന്നെ സമുദ്രം എന്നെല്ലാം പറയുന്നുണ്ട്, അതെനിക്ക് തോന്നുന്നില്ല, എന്തോന്ന് പറയാൻ കഴിയേ, ഭഗവാന്റെ കാര്യമല്ലേ. അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ പഴക്കത്തിനെ കുറിച്ച് എന്തെങ്കിലും രേഖകള്? എത്രയോ നൂറ്റാണ്ടുകള്, കാലയളവില്ല. അതിന് ഇവരെ തിരുവനന്തപുരം ഒരു പ്രത്യേക പുസ്തകമുണ്ട്, ഞാൻ വാങ്ങിയിട്ടില്ല. അത് അവിടുത്തെ കേരള ചരിത്രം എന്ന് പറഞ്ഞാൽ അത് തമ്പുരാട്ടി എഴുതിയതാണ്. പിന്നെ അങ്ങനെ ഉണ്ട്. ഇതിൽ കോലവർഷം ഇന്ന് കുറേ തമ്പുരാക്കന്മാരുടെ പേരിലുണ്ട്. അവസാനം ഓരോ രാജാക്കന്മാരും ഇത് മാറി മാറി ഇത് വേണമല്ലോ. പിന്നെ ഗോപുരം, പിന്നെ രണ്ടാമത് നാലമ്പലം, അതിന് പുറത്തെ ബലിക്കപ്പുര, അതിന് പുറത്തെ ശിവേലിപ്പുര, അതിനും പുറത്തെ മതില്, ഇതെല്ലാം ആവണമല്ലോ. ഗോപുരമെല്ലാം ആദ്യം കെട്ടി പിന്നെ രണ്ടാമത് മാറ്റി. ഉള്ളെല്ലാം മരം തന്നെ കേട്ടോ. അതിൻ്റെ ഞാൻ കയറി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ കല്ലല്ല കേട്ടോ. ആടെ ഈ ചൂടുകട്ടേ ഉള്ളൂ, നമ്മൾ ഈ നാട്ടിലെ പോലത്തെ കല്ലുണ്ടല്ല. പക്ഷെ ആ ഇഷ്ടികല്ലുണ്ടല്ലോ, അതില്ലെങ്കിൽ ഇതുപോലെ കെട്ടാൻ കഴിയാം മുകളിലോട്ട്. ഏത് ദേവിമാരുടെ പ്രതിഷ്ഠയാണുള്ളത് അവിടെയാ? ഉണ്ടല്ലോ, ശ്രീകൃഷ്ണം ക്ഷേത്രപാലം ധ്വജബലി സഹിതം ഭൂതനാഥ്, എല്ലാ ഉപദേവന്മാരുണ്ട്. എല്ലാം തൊഴുവിന്റെ ക്രമവും ഉണ്ടാണ്. പക്ഷെ അതല്ല എല്ലാം ക്രമമായിട്ട് തൊഴുകാൻ പറ്റില്ല. അവിടുത്തെ പൂജകളും ചെയ്യേണ്ടത് ഇല്ല, ഇയാൾക്ക് അകത്തെ മാത്രം. അതിന് വേറെ അതിനെല്ലാം മേശാന്തിയും ഈശ്വരന്മാരും ഒക്കെ ഉണ്ട്. അതിനിപ്പോൾ മറ്റെല്ലാം തൂവൽ മാത്രമേ ഉള്ളൂ. അതെ, നമ്മൾ ഈ ശിവയിൽ തൂവുമ്പോൾ എല്ലാവർക്കും നമ്മൾ തൂവണം. അതിന് ഈ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അത് കുറെ മുമ്പേ ഉള്ളത് എന്നും പറയപ്പെടുന്നു. അതിന് പ്രത്യേകം വിളിക്കലെല്ലാം ഉണ്ട്, അതിന് പ്രത്യേകം ശ്രീമുതലുണ്ട്. അത് അടുത്ത നമ്പീര പണിയാണ്. അത് ഇതിൻ്റെ അകത്തന്നെ ഒരു ക്ഷേത്രമായിട്ടാണ്. ഇനി അതിന് ശേഷം മറ്റത് വന്നതാണോ എന്നുള്ള ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പത്മനാഭസ്വാമിക്ക് ഒരു ദിവസം എന്തെല്ലാം പൂജാവിധികളാണ് ചെയ്യാനുള്ളത്? രാവിലെ നിർമാല്യ ദർശനം, അത് കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം കഴിഞ്ഞാൽ ഉഷപൂജ. ആദ്യം ഈ അഭിഷേകം കഴിഞ്ഞപാടൊരു നദിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം ഉഷപൂജ തുടങ്ങാൻ.
അപ്പോൾ ആ പൂജക്കാണ് മാർത്താണ്ഡ പൂജ എന്നൊരു പേരിട്ടിട്ടുണ്ട്. അതിന് അമ്പലപ്പുഴ പായസവും മറ്റേ കുറേ പ്രത്യേക തരമുണ്ട്. ഇത് 4 കറി, പിന്നെ ഇടിച്ച പെഞ്ഞ പായസം, മറ്റേ ശർക്കര പായസം, പാൽപ്പായസം വേറെ, ഇതെല്ലാം ഉണ്ടാവണേ. എല്ലാറ്റിലും കണ്ണിമാങ്ങ വേണം, അതൊരു പ്രത്യേകതയാണ്. സകല എണ്ണത്തിനും വേണം കണ്ണിയാണ്. അതിന് പിടിച്ചു പറയാന്ന് അവിടെ. അതിനുവേണ്ടി കണ്ണിമാങ്ങക്ക് വേണ്ടി പ്രത്യേകം പിന്നെ ടെൻഡർ കൊടുത്തിട്ട് ചാക്ക് ലോറി കണക്കിനാന്ന് വരുന്നുണ്ട്. അല്ല അമ്പലത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ തോട്ടം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അതൊന്നുമില്ല, ഇല്ല. അതെല്ലാം തമിഴ്നാട്ടിൽ നിന്നല്ല ടെൻഡറായിട്ട് വരുന്നത്. അത് വന്ന് അതിന് പ്രത്യേകം സൂക്ഷിക്കേണ്ട ഭരണി വരെ എല്ലാം ചട്ടമുണ്ട്, എല്ലാം ഉണ്ട്. പ്രധാന നമ്പി ആയി കഴിഞ്ഞാല് അങ്ങയുടെ ഒരു ദിവസം രാവിലെ എത്ര മണിക്കാണ് രാവിലെ പ്രവൃത്തി സമയം ആരംഭിക്കുന്നത്? എത്ര മണി വരെ? മുമ്പ് ഉള്ള പോലെ അല്ല ഇപ്പൊ 2:30 മണിക്ക് എണീറ്റിട്ട് 3:30 അമ്പലത്തിലെത്തണം. 3:30 അമ്പലത്തിലെത്തണം. പോയാൽ അങ്ങ് തുടങ്ങിക്കോളാം. അപ്പൊ ഈ രാവിലെ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വസ്ത്രധാരണത്തിന് പ്രത്യേക രീതികൾ അങ്ങനെ ഉണ്ട്. പ്രത്യേക ശംഖുതെറ്റ് എന്നാ പറയല്. ആ ശംഖുതെറ്റ് പറഞ്ഞപ്പോ നമ്മളെ പോലെ ഡബിളൊന്നും പോരാ, 4 മീറ്റർ തന്നെ വേണം. 4 മീറ്ററിനുള്ളൂ. അത് കര പാടില്ല. കരയില്ല, മുണ്ട്. അതായത് മല്ലായിരിക്കും മിക്കവാറും. അത് അലക്കിയത് വേണമെന്നാണ്. പക്ഷേ ആദ്യം ഒരു സെറ്റ് എടുത്താൽ പിന്നെ കുറേ എല്ലാം അവിടെ മുക്കിയിട്ട് തന്നെ ഒപ്പിക്കാം. കാരണം ഇത് അലക്കുകാരൻ അവിടുന്ന് കുറേ അങ്ങോട്ട് പോകണം, നെയ്യാറ്റിക്കര അങ്ങോട്ട്. അയാൾ ആഴ്ചക്ക് ഒരു തവണ വരൂ, ആഴ്ചക്കോ മാസം. അതിനും വേറെ തൊഴിലാളികൾ നിയമിച്ചിട്ടുണ്ടല്ലേ? അല്ല, അതിനെല്ലാം അവകാശികളുണ്ട്. അത് പൈസയെല്ലാം നമ്മൾ കൊടുക്കണം, അവർ വന്ന് ഇറക്കി തന്നോളണം. ഇപ്പൊ പിന്നെ എല്ലാം മറ്റേ ഇതാക്കുന്നുണ്ടോന്നല്ല, ഇല്ല, അവരെ ശരിക്കും തച്ച് നടക്കുന്നത്. പ്രത്യേക രീതിയിൽ കൊടുത്തിട്ട് വേണം അത് വേണം. അത് പിന്നെ ശംഖ് തെറ്റ് പറഞ്ഞാൽ ഒരു കൊച്ചു ബാലും കൂടി ഉണ്ടാവും. സാധാരണ ശംഖ് തെറ്റുണ്ടല്ലോ, അതിന് ഒരു ബാലും കൂടി ഉണ്ടാവുന്നത്. അത് പ്രത്യേകതയാണ്. പിന്നെ ക്ഷൗരം ചെയ്യാം, അതൊന്നും പുറമേ പോകാൻ പാടില്ല, അവിടെ തന്നെ ചെയ്യണം. അപ്പൊ ഈ അവിടെ മെയിൻ നമ്പിയായി കഴിഞ്ഞാല് പുറത്തു പോകാൻ പറ്റില്ല, അങ്ങനെ ഉണ്ട്. അതുണ്ട്, ആ മതിലിന്റെ പുറത്ത് പോകാൻ പാടില്ല. അപ്പൊ നമുക്ക് ഈ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ വീട്ടിലേക്ക് വരും. അമ്പലത്തിന് പുറത്തു പോകാൻ പാടില്ല. ഇറക്കങ്ങനെ ഒരു 2-3 ചെറിയ പനിയൊക്കെ വന്നതാണ്. അവര് ഡോക്ടർമാരല്ല, അവര് പൈസ വാങ്ങൂല, അങ്ങനെയല്ല. അവരിവിടെ വന്നിട്ട് ചെയ്തിട്ട് പോയിക്കോളും. പിന്നെ ബ്ലഡ് പരിശോധനക്കായിട്ട് അടുത്ത് തന്നെ ഉണ്ട് ലേബർ, അവരെ വിളിച്ചാൽ അവർ വന്നിട്ട് രക്തം പരിശോധിക്കല്ലേ ചെയ്യും. അതിനെല്ലാം ആളുടെ ഇപ്പൊ നമ്മൾ ഇവരോട് പറഞ്ഞ അപ്പോ എത്തലായി. അപ്പൊ നമുക്ക് നമ്മളെ കുടുംബമായിട്ട് കാണാനും പറ്റും. അങ്ങോട്ട് വരണം, ഇങ്ങോട്ട് പാടില്ലാത്ത. പിന്നെ സ്ത്രീകളാകുമ്പോൾ താമസിക്കാൻ വേറെ സൗകര്യമാക്കണം. പുരുഷന്മാരാകുമ്പോഴേക്കും നമ്മളെ നമ്പിമഠത്തിൽ തന്നെ സൗകര്യമാക്കാം. അങ്ങനെയുണ്ട്. മുമ്പേ ഈ ശാന്തിമാരൊന്നും സ്വന്തം സ്ഥലമാക്കിയില്ല. കുറെ ആൾ വാടകക്കെല്ലാം നിന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാവരും സ്വന്തം ആക്കി. കാരണം 1 മാസത്തിലൊന്നും അധികം ഇത് ലീവ് കൊടുക്കുന്നില്ലേ. അതുപോലെ നമ്മളെ കാസർഗോഡ് അനന്തപുരിയിലെ ഇതുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അമ്പലത്തിലെ ആധികാരിക രേഖകളോ അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധിച്ചു? ആധികാരിക രേഖകളെല്ലാം ഉണ്ട് തോന്നില്ല. ഇതിങ്ങനെ ഒരു ഐതിഹ്യം. കാരണം അവിടെ ഒരു മുതലുണ്ട് ആ കുളത്തിൽ. ആ മുതല ഉള്ളിലെ കൂടെയാണ് പിന്നെ അങ്ങോട്ട് പോക്കുന്നതെന്ന് പറയുന്നത്. വെള്ളം ഇവിടുന്ന് അവരം വരെ വെള്ളം ഉണ്ട് എന്നാണ് അവരെ സങ്കല്പം. ഗുഹയിലുള്ളിലാണ് പോയത് എന്നാണ്. അതുപോലെ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങ് എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്? സാധാരണ ഇപ്പൊ നമ്മള് പിന്നെ അവനവൻ അനുഭവിക്കേണ്ട വേണം, വേണ്ടേ? പിന്നെ നമ്മളെന്ത് നിസ്വാർത്ഥമായിട്ടുള്ള സേവനം എന്നല്ലാണ്ട് വേറെ ഭഗവാനെ പൂജിക്കുക ഉള്ളൊരു കടമ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ മറ്റുള്ള ആവശ്യക്കാർക്ക് വേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചെയ്യാറുണ്ട്. സന്താനമില്ല, അല്ലെങ്കിൽ പിന്നെ വേറെ ശത്രുദോഷം മറ്റേ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ, അതെല്ലാം നമ്മൾ പ്രാർത്ഥനാ രൂപത്തിൽ ചെയ്യാം. അത് അവർക്ക് ചിലവർക്കെല്ലാം അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ ചില സ്ഥലങ്ങളെല്ലാം ഇവർ അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എന്തെങ്കിലും ചില ഉപായങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഒരു സങ്കല്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫലപ്രദമാണ്. പിന്നെ തകിടെടുത്ത് വലിയ പ്രധാനമാണ്. നമുക്കവിടെ ഇഷ്ടം പോലെ വരും. അത് ജ്യോത്സ്യന്മാരുണ്ട്, അവരെല്ലാം എഴുതി കൊടുത്താൽ തകിട് വേണമെന്ന് പറഞ്ഞാൽ നേരെ എടുത്തേക്കാവല്ല. ഇവിടെ വന്ന് അവർ ആദ്യം വന്ന എന്തെങ്കിലും ശരി ആദ്യം തകിടിൻ്റെ അഡ്വാൻസ് തരും.
ബാക്കി നമ്മൾ സാധാരണ ഇപ്പോൾ പെട്ടെന്ന് ആക്കാനാവില്ല, നാളെ വേണമെന്ന് പറഞ്ഞാലാവില്ല. ആവില്ല. അപ്പോൾ നമ്മൾ അതിനൊരു പൂജ നിശ്ചയിക്കും. ആ 48 ദിവസം പൂജ എന്നോ അല്ലെങ്കിൽ ഒരു മാസത്തെ പൂജ 28 എന്നോ പറഞ്ഞാൽ ആ ദിവസം നിങ്ങൾ വന്നാൽ മതി. അതിന് നിങ്ങൾ നക്ഷത്രവും പേരും ഇവിടെ തന്നാൽ അവിടെ എഴുതിച്ച് അപ്പം തന്നെ വാങ്ങി ഒരു കവറിലാക്കിയിട്ട് അവിടെ വെച്ചാൽ പിന്നെ തകിടെല്ലാം അവിടെ കിട്ടാറില്ല. ഞാൻ പിന്നെ സ്വതവേ ഇത് ഈട് തന്നെ എഴുതലുണ്ട്, അതുകൊണ്ട് ഇഷ്ടംപോലെ വാങ്ങിയിട്ട് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ചിലവർ സ്വർണത്തിൻ്റെ, ചിലവർ വെള്ളിയുടെ, ചിലവർ ഈയത്തിൻ്റെ ഞാൻ പറയുന്നൊന്നും എഴുതണ്ട. വേറെ ചെമ്പോ എന്തൊന്നും ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം, ഇതാക്കിയിട്ട് തരാം. ഈയെന്ന് പറയുമ്പോൾ എഴുതി കഴിയുമ്പോൾ തന്നെ അത് പോകും. അങ്ങനെ അത് ചെയ്യാറുണ്ട്. അങ്ങനെ അവിടുത്തെ പൂജാ കാലയളവിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം? പറ്റാത്തത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തവണ ലക്ഷദ്വീപ് ഉണ്ടായിരുന്നു. ആ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ 6 കൊല്ലത്തേക്ക് ഒരു തവണയാണ് വരുന്നത്. അതായത് 60 തിരുവോണ പൂജ കഴിയണം. 6 വർഷത്തേക്ക്? അതെ. അല്ല, 60 ഗരുഡവാഹനം അങ്ങനെന്തോ ആണ്. ഗരുഡവാഹനം, അത് ഗരുഡവാഹനം വരുന്നതിന് പിന്നെ സ്വതവേ ഉത്സവകാലത്ത് 4 എണ്ണം വരും. പിന്നെ ആറാട്ടിന് പോകുന്നതും 4 എണ്ണം. പിന്നെ തിരുവോണത്തിനൊരു ഗരുഡവാഹനം, അത് 12 മാസം അതും വരുമല്ലോ. അങ്ങനെയെല്ലാം കണക്കൂട്ടിയിട്ടാണത്. അപ്പോൾ ആ തികയുന്ന കൊല്ലാണ് ഇത് വരുന്നത്. അതോ ഉത്തരായണം പിറക്കുന്ന ദിവസം മകരമാസം മകരസംക്രമത്തിനാണ്. അന്ന് സഹസ്രങ്ങളായിരിക്കും കേട്ടോ. ബുക്കിംഗ് ഇല്ലാണ്ട് ആർക്ക് അകത്തേക്ക് കിടക്കാൻ പ്രയാസം. പോവാം, മറ്റേടെങ്കിലും നിൽക്കണ്ടേ. നമ്മൾ നമ്പിമാർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാവില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 1-2 എണ്ണത്തിൽ പോയി. അവിടെ പോയാലും അകത്ത് കടക്കും. നമുക്ക് വീട്ടിൽ VIP എല്ലാം ഉണ്ട്, എങ്കിലും പുറത്തിറങ്ങണമെങ്കിലാണ് പ്രയാസം. 4 ഭാഗത്തേയും കൂടെ ജനങ്ങൾ ഇറങ്ങണമല്ലോ. അതുപോലെ ഞങ്ങൾക്ക് അങ്ങോട്ട് പിന്നെ ശാന്തി മഠത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിന് ഒരു സഹായി ഒരു വലിയ ഇതുണ്ട്, വിളക്കുകാരനുണ്ട് മുമ്പിലുണ്ട്. പകല് വിളക്ക് വേണ്ട, രാത്രി വിളക്കെടുത്തിട്ട് തന്നെ വരും. രാവിലെ വരുമ്പോഴും വേണം. ബാക്കി പിന്നെ വേറൊന്നും വേണ്ട, അവര് മുൻപിലെ ആൾക്കാരെ മാറ്റിക്കോളാം. അതേ ഒരു 3-4 സന്ദർഭങ്ങളിൽ കുറച്ച് പ്രയാസങ്ങൾ. ഈ ആറ്റുകാൽ പൊങ്ങേല, അത് ഈ നമ്മൾ നമ്പിമഠത്തിന്റെ അടുക്ക വരെ ഇവർ അടുപ്പ് കൂട്ടി. അന്ന് നമ്മൾ സാധാരണ പോകുന്നതിനേക്കാളും 1 മണിക്കൂർ മുമ്പേ പോകണം. അതിനെന്താ വെച്ചാൽ അതിന് വളണ്ടിയേഴ്സ് ഉണ്ടാവും. അവരെല്ലാം നമുക്കങ്ങനെ വഴി മാറ്റി നേരെ കയറുന്നു. അകത്ത് കടന്നപാടങ്ങ് വാതിലങ്ങ് അടക്കലായി, അല്ല ഞാൻ നമ്മളെ വന്നിട്ട് തൊടുമല്ലോ. ഇത് ഈ പിന്നെ നമ്പിമഠം അമ്പലത്തിന്റെ ദൂരം നല്ല അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് കാഞ്ഞിരക്കവല അത്രയില്ല, ഒരു 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ ഒന്നും വരില്ല അല്ലേ? ഈ പീടിയൊക്കെ പോകുന്നതിനേക്കാളേ അനിയന്റെ അടുക്ക അത്ര ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതിന്റെ ഇടക്ക് റോഡ് മുറിച്ച് കിടക്കണോ? റോഡ് ഉണ്ടല്ലേ? അതായത് ബസ് പോകുന്ന റൂട്ടാണ്. അന്ന് ബസ്സെല്ലാം ബ്ലോക്കാണ്, അതിലൊന്നും പോവില്ല. അപ്പൊ അതിലെ കൂടെ നേരെ പോയിക്കോളാം. പിന്നെ പ്രത്യേക ഒരു ഏകാശി ഉണ്ട്, വൈകുണ്ഠ ഏകാശി. അന്നും അങ്ങനെ രാവിലെ ഒന്നും തടുക്കാനാവില്ല, അത്രയും ഭയങ്കര തിരക്കാണ്. അതങ്ങ് കടന്നോളാം, അവരപ്പം വാതിലടക്കും. പിന്നെ നമ്മ അകത്ത് കയറിയോ അപ്പം എടുത്ത് തുറക്കും. പിന്നെ ഇവർക്ക് പിടിച്ചാൽ കിട്ടൂല, ഈ കാവക്കാർക്ക് പിടിച്ചാൽ കിട്ടൂല എന്നർത്ഥം. അതുപോലെ അങ്ങ് പിന്നെ ശാന്തി കാലയളവ് തീർത്ത് അവിടുന്ന് മടങ്ങി വന്നൊരു ദിവസം, അവിടുന്ന് തിരിച്ചു വരുന്ന ദിവസം, അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു അതിന്റെ യാത്രയപ്പ് കാര്യങ്ങൾ? അങ്ങനെ യാത്രയപ്പ് അത് കഴിഞ്ഞിട്ട് അവര് മഠത്തിൽ വെച്ചിട്ട് നമുക്കൊരു യാത്രയപ്പ് തരും. അത് തമ്പുരാൻ വരില്ല, എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നെ രാജാവിൻ്റെ PA ഉണ്ടല്ലോ, അവരെല്ലാം വന്നിട്ട് അവിടെ വന്നിട്ട് മംഗളാശംസകളെല്ലാം പറഞ്ഞപ്പോൾ നമ്മളൊരു ചായയോ പലഹാരമോ ആക്കിയിട്ടുണ്ടാവും, അതും കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കൃതാർത്ഥതയും പറഞ്ഞോളാം. അത്രയും ഭഗവാന്റെ ലോകപ്രശസ്തമായ പിന്നെ നിലവറകളെ കുറിച്ച് അറിവുണ്ടായിരുന്നോ? എൻ്റെ നിലവറ മുമ്പേ തന്നെ അറിയാം. അതിൽ ഒരു നിലവറ പിന്നെ ഈ ശിവേലിക്കെല്ലാം അല്ല, ശിവേലിക്കല്ല, ഈ പൊന്നിൻ ശിവേലിയെല്ലാം വരും. പൊന്നിൻ ശിവേലി, പിന്നെ ഉദയാസ്തമന പൂജ, പിന്നെ ഈ കളഭം, ഇത് 3 അവസ്ഥയുണ്ട്. അതിനെല്ലാം ഓരോരോ കലവറയുണ്ട്. ഈ കളഭത്തിൻ്റെ തന്നെ പടിഞ്ഞാറ് വടക്കേ മൂലക്കാണ്.
അത് നമ്മൾ കാണാം, അത് തുറക്കുന്നതും അത് എടുക്കുന്നതും. പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറും മറ്റേ ഇവരെല്ലാം വരണം. എല്ലാവരും കൂടി എടുത്തിട്ട് കണക്കെടുത്തിട്ട് കഴിഞ്ഞിട്ടേ അവിടുന്ന് എടുത്തിട്ട് അടക്കും. പിന്നെ ഇത് കഴിഞ്ഞാലും അങ്ങനെ, ഇത് കഴിഞ്ഞ പാടാണ് ഏൽപ്പിക്കുകയും വേണം. ശ്രീമത്തിന്റെ ദണ്ണാണ്. ഇത്രയും സമ്പത്തുണ്ട് എന്നുള്ള കണക്കെടുപ്പ് അങ്ങയുടെ കാലഘട്ടത്തിന് ശേഷം, അങ്ങ് പൂജ ചെയ്തതിന് ശേഷം തോന്നുന്നു ഒരു തുടങ്ങിയത് ഞാൻ വരുമ്പോ തന്നെ കേസായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ആ കണക്കെടുപ്പ് തുടങ്ങിയത്. അല്ല, കണക്കെടുപ്പ് അതിന് മുമ്പ് തന്നെ കേസായില്ലേ. കേസായി. അവസാനം ഇയാള് അമിത് കസ്തൂരിനെ നിശ്ചയിച്ചിട്ട് പിന്നെ രണ്ടാമത് വന്നതിന് ശേഷം ഇപ്പൊ വളരെ പരിഷ്കാരമാക്കി. ഇപ്പൊ തൊഴുകാനും മുമ്പത്തെ പോലെ ആവില്ല. പിന്നെ ശമ്പളം ഒരുപാട് കൂട്ടി. അങ്ങയുടെ പൂർവികരാരെങ്കിലും അവിടെ ഭഗവാന്റെ അച്ഛനുണ്ടായിരുന്നു 10-14 കൊല്ലം. 20 കൊല്ലം നൽകിയിട്ടില്ല ബുക്കില്. 14 വർഷം. ഏത് വർഷം മുതലാന്നുള്ളത് ഓർമ്മയുണ്ടോ? 1972 ഒഴിഞ്ഞത്. 12 വർഷം ഉണ്ട്. 14 വർഷം. 58 പോയിട്ടുണ്ട്. അത് അവിടെ ഒരാള്, നമ്മളെ നാട്ടിലെ ഒരാള് പെട്ടെന്ന് ബസൂരി പിടിച്ചിട്ട് അവിടെ തന്നെ മരിച്ചു. നമ്മളെ ആൾക്കാർക്ക് നമ്പിയില്ല എന്നുള്ളൊരവസ്ഥ വന്നു. അവിടുന്ന് അപ്പൊ തന്നെ നമ്മളെ ബന്ധത്തിലുള്ള ഒരാളാണ്. ബന്ധത്തിച്ചാൽ നമ്മളെ മൂത്തമ്മേരെ മകൻ തന്നെ. അയാൾ ചാടി വന്നിട്ട് അച്ഛനെ കൂട്ടിയിട്ട് പോയി തീരുമാനിച്ചിട്ട് വന്നു. പിന്നെ ഒരു കുറച്ച് ദിവസം പോകണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു 10-20 മാസം കൊണ്ട് പോയി അവിടെ ഇരിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ മുറക്കന്നെ പോകണമല്ലോ. ഇത് ഈ അവിടെ നിർബന്ധമില്ല. ഈ 3 കൊല്ലം തന്നെ നിർബന്ധമില്ല. പിന്നെ എത്ര വേണമെങ്കിലും ആവാം. പിന്നെ നല്ല അനുഭവസ്ഥരാണെങ്കിലും ഉണ്ടല്ലോ, തമ്പരാൻ ഒരു മുറയും കൂടി ഇരുന്നാൽ എന്താ തിരുമേനിയുടെ അഭിപ്രായം ഇങ്ങോട്ട് വരും. അച്ഛൻ അങ്ങനെയല്ല അധികം ഇരുന്നത്. പിന്നെ ആ കൃത്യചിട്ട ഉണ്ടല്ലോ, ഭയങ്കര കൃത്യമാണ്. പിന്നെ വേദം പഠിച്ച ആളാണ്. അന്ന് ഇത്ര നേരത്തെ പോട്ടാട്ടോ, 5:30 പോയാൽ മതി. അതുപോലെ ഭഗവാന്റെ ഉത്സവ കാലഘട്ടം എപ്പോഴാണുള്ളത്? ഉത്സവകാലം പിന്നെ തുലാപത്തില് തിരുവോണാറാട്ട് വരുന്നതിന് 10 ദിവസം മുമ്പേ തുടങ്ങും. അതിനും 10 ദിവസം മുമ്പേ ശുദ്ധി തുടങ്ങും. അങ്ങനെ മീനത്തിൽ രോഹിണി കൊടിയേറ്റാണ്. ആ രോഹിണി കൊടിയേറ്റത്തിന് 10 ദിവസം മുമ്പേ ശുദ്ധി തുടങ്ങും. അങ്ങനെ 2 ഉത്സവമാണ്. അത് ചിലപ്പോൾ പിന്നെ തുടങ്ങിയിട്ട് ആ രോഹിണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസാനിക്കുന്നുണ്ടല്ലോ, അത് കുറച്ച് അവസാനമാണെങ്കിൽ മഠത്തിലേക്ക് പോകും. അങ്ങനെ ഇതും അങ്ങനെ. പിന്നെ തുലാവത്തിലത് ചിലപ്പോൾ തുലാവ് 1-ാം തീയതി 2-ാം തീയതി വരും തിരുവോണം. അങ്ങനെ ബെല്ലുണ്ട്. അപ്പൊ കന്നിമാസത്തിൽ തന്നെ തുടങ്ങലായി. പിന്നെ നവരാത്രി ഉത്സവം എല്ലാ സ്വാമി തന്ത്രി വരും. ഇവര് നല്ലൊരു തന്ത്രം എന്ന് പറഞ്ഞാൽ അവര് ഒരു സെറ്റ് അങ്ങനെ വരലാണ്. അപ്പൊ നിങ്ങൾ രാവിലെ 2:30 പോകുന്ന പറഞ്ഞു. അപ്പൊ നമ്മ ഈ അമ്പലത്തിലെ പരിപാടികളെല്ലാം തീർത്ത് രാത്രി നമ്പി മഠത്തിൽ എത്തുന്ന ഏകദേശം എത്ര? ഉച്ചക്ക് വരാം. ഉച്ചക്ക് വരും. ഉച്ച പൂജ കഴിഞ്ഞ് നടയടക്കാൻ നിൽക്കണമെന്നില്ല. അത് പിന്നെ പെരിശാന്തി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളെ ഭാരത്തിലാണ്. അയാളാണ് ഇതിന്റെ താക്കോലിന്റെ ആള്. അപ്പൊ അയാളെ അടച്ചിട്ട് പിന്നെ താക്കോല് കൊടുക്കലുണ്ടോ എടുക്കലുണ്ടോ അല്ല, അയാൾ പിന്നെ പിന്നാലെ വരും. അപ്പൊ ഞാനിത് ശിവയിൽ ദൂരി വന്നാല് പിന്നെ ഉടനെ ആക്കിയ ലേശം പ്രസാദവും ഇതെല്ലാം എടുത്ത് വെച്ച് ഇറങ്ങലായി. അപ്പോഴേക്ക് അവരാരാ കാത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അവകാശപ്പെട്ട പാലിന്റെ പകരം തൈരാണ്. വലിയൊരു 4 ലിറ്ററിന്റെ പാൽ തൈര് വെച്ചിട്ട് തൈരാക്കും. പിന്നെ അത് ഇയാളെടുത്തോളൂ. പായസം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനും നമ്മൾ വേറെ ആളാക്കണം. അതിന് റെസീറ്റ് ആക്കണമെന്നില്ല അവസ്ഥ. ഞാൻ പറഞ്ഞു റെസീറ്റ് ആക്കിയിട്ട് നമുക്ക് വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കുടിച്ചാൽ പോലും. ഞാൻ ആടുന്ന് കുടിച്ചിറക്കാം. അവസാനം ഷുഗർ തുടങ്ങി. അതുപോലെ വീണ്ടും വൈകുന്നേരം 5-5:30 തോന്നുന്നു. 5:30 പോയാൽ പിന്നെ അപ്പോഴേക്ക് മറ്റേ ആൾ പോയിട്ടല്ലോ ഒരിക്കലും ഉണ്ടാവും. നാളെ നമ്മൾ അവിടെ കയറേ കൊണ്ടു. കയറിയാൽ പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. രാത്രി തിരിച്ച് നമ്പിവനത്തിലെത്തുമ്പോൾ 9 മണിക്ക് 9-9:15. അത് ഈ ഇതല്ലോ, ഇത് ചടങ്ങെല്ലാം കഴിയണമെന്നുണ്ടെങ്കിൽ ദേശം താമസിക്കും. പിന്നെ ഈ മുറ മാറുമ്പോൾ ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം അയാൾ പോകുമ്പോൾ പിന്നെ നമ്മളെ മുൻപിൽ അടുത്ത പെരിശാന്തിമാര് 4 ആള് 3 ആള് 1 2 3 3 നമുക്ക് നമസ്കരിച്ചിട്ട് അവരെ സ്ഥാനം ഏറ്റെടുക്കണം. അങ്ങനൊരു പോകുമ്പോൾ പിന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ പോകും. പിന്നെ 2 കളഭമുണ്ട്. അത് ഉത്തരായണവും ദക്ഷിണായനവും തുടങ്ങുമ്പോഴാണ്. ഉത്തരായണം തുടങ്ങുന്നത് പിന്നെ മകരം അല്ലേ? അതെ. അപ്പം ധനു 18 മുതലങ്ങ് തുടങ്ങലായി.
6 ദിവസത്തെ കടന്നു. 7-ാം ദിവസം പെരുന്ത്രവ പൂജ എന്ന് പറഞ്ഞാൽ അത് ഇവരെ തന്ത്രിയുടെ വകയാ വേണ്ടത്. പക്ഷെ ഇവര് അന്ന് കുറെ പായസവും ഇതെല്ലാം വേണം. അവിടെ ഒരു 30 ആൾക്ക് ഉച്ചക്ക് കൊടുക്കും. ദിവസം ഒരാൾക്ക് അതിൻ്റെ ഇത് കൊടുക്കലുണ്ട്. വൈശ്യം സമയത്ത് ഒരു ഊണ് കൊടുക്കലുണ്ട്. ഇത് അതല്ല, ഇത് മറ്റേതാണ്. പിന്നെ അങ്ങുണ്ടാകുമ്പം അവിടെ ഈ കവടിയാർ കൊട്ടാരത്തിലെ രാജാവ് അവകാശി ആരായിരുന്നു? അതായത് ഇപ്പോഴത്തെ അവസാനം മരിച്ച ആളാരപ്പോ ബാലരാമവർമ്മയുടെ അനിയനാണ്, ഓർമ്മ വരുന്നില്ല. അവർ ഈ കൊട്ടാരത്തിലുള്ളവരുടെ ക്ഷേത്ര സന്ദർശനം എങ്ങനെയാണ്? അത് രാവിലെ എങ്ങനെ വെച്ചാൽ 7:30 7:30 എല്ലാ ദിവസവും വരണം. എല്ലാ ദിവസവും ആടെ എല്ലാ ദിവസവും എല്ലാം വന്നോളാം വരണം. ഇനി എന്തെങ്കിലും അസുഖം എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിന് പിഴ അടിച്ചാൽ മതി. എന്താണ് പിഴ? എങ്ങനെയാണെന്നുള്ളത് അത് അവർക്കൊരു കണക്ക്, അത് പ്രകാരം പൈസ ഇവിടെ സമർപ്പിക്കണം. അപ്പൊ അതെങ്ങനെ വെച്ചാൽ ചിലപ്പോ 1-2 ആഴ്ചയെല്ലാം ആയിപ്പോയാൽ വലിയ പാത്രം തന്നെ വെക്കണം. അത് ഒരുമിച്ച് തന്നെ ആളുണ്ടാവും. അതെല്ലാം എണ്ണിക്ക് തെറ്റി തരുവാണ്, അതൊക്കെ കൊടുക്കും. മാടാ നമ്പരാൻ സമർപ്പിച്ചോളാം. ഒരു ദിവസത്തെ ദർശനം ആദ്യം അവരായിരിക്കുമോ? അല്ല, ഇപ്പൊ ഒരു ദിവസം ദർശനം നടത്തുന്നത് ആദ്യം അവരായിരിക്കുമോ? അല്ലപ്പോ അവരെ ടൈമിനെ വരും. അവരുടെ ടൈം ആ സമയത്ത് എന്താ വെച്ചാല് ആൾക്കാരൊന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും പിന്നെ എല്ലാം അടിച്ച് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി പോകണം. അങ്ങനെയാണ്. അവര് ഫാമിലി ആയിട്ടായിരിക്കും വരുന്നത്? ഇല്ല, തമ്പുരാൻ മാത്രം. മറ്റേവരെ അതിന്റെ പിന്നാലെ വരും. തമ്പുരാനെ നമ്മൾ തന്നെ കൊടുക്കണം. അതിന് 10 കൂട്ടം പ്രസാദവും ഉണ്ട്. നമ്പി തന്നെ കൊടുക്കണം. അതില് കരിക്ക്, വെറ്റിലടക്ക, പിന്നെ കളഭം ഉണ്ട, കളഭം കിണ്ണം, പിന്നെ തുളസിപ്പൂ, പിന്നെ പാല്, പഞ്ചഗവ്യം, ഇങ്ങനെ 8 കൂട്ടമുണ്ട്. അതിന്റെ ക്രമത്തിന് തന്നെ കൊടുക്കണം. അതെങ്ങനെയാ വെച്ചാല് തമ്പുരാൻ വരുമ്പോ നമ്മ നടയിലൊന്നുകൂടാ. തമ്പുരാൻ ഇങ്ങനെ വന്നപാട് പാദത്തിൽ പോയി ശിരസിൽ പോയിട്ട് ഇങ്ങനെ വന്ന്, പിന്നെ 2ാമത് വരുമ്പോ നമ്മ ഈ തെക്കുന്ന് മടങ്ങുമ്പോ നമ്മടെ ഇതെല്ലാം എടുത്തിട്ട് അവിടെ നിന്നോളാം. എനിക്കാണ് പൊടിയിൽ വെക്കാം. ബാക്കിയെല്ലാം കൈമെടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കാം. കരിക്കും കൊടുക്കണം. കരിക്ക് കഴിഞ്ഞാൽ നമ്മ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോളാം. തമ്പുരാൻ തൊഴുതിട്ട് നേരെ ഈ തമ്പുരാന്റെ കൂട്ടത്തില് പരിചാരകർ അങ്ങനെ ആരെങ്കിലും ഉണ്ട്. അയാളെ ഗവൺമെന്റ് വഴിയൊരുക്കാനുള്ള ആൾക്കാർ അതല്ല വേറെ പിന്നെ അതല്ല, ഇതെല്ലാം വാങ്ങിയപാട് ഓരോന്നും വാങ്ങിയപാട് അപ്പുറത്ത് വാങ്ങാൻ ആളുണ്ട്. ഇയാളെ ഗവൺമെന്റിനെ പിന്നെ അവർക്ക് വരുമ്പോ അതിന് വാളും പലിശയും ഇതൊക്കെ ഉണ്ട്. അത് അതിന്റെ ആചാരപ്രകാരം തന്നെ വരും. അവരെല്ലാം ഇതിന്റെ ഉള്ളിലേക്ക് പടി മണ്ഡപത്തിന്റെ താഴെ നിൽക്കും. പിന്നെ ഈ ഒറ്റക്കല്ല് മണ്ഡപത്തില് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മ ഇറങ്ങിയാൽ നമ്മൾ അശുദ്ധായി. അതിനൊരു തകരാറ്. അപ്പൊ നമ്മ ഇറങ്ങണം എന്നല്ലെങ്കിൽ കുറുപ്പ് എന്ന് പറഞ്ഞുണ്ട് മണ്ഡലം കാവലക്കാരൻ, അയാളോട് ചോദിക്കാം. അപ്പൊ അയാൾ ഇറങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാം, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നോളാം. അങ്ങനെയാണ്. പിന്നെ ആഹാരം അതെന്ന് വെച്ചാൽ ഈ അഭിഷേകം കഴിഞ്ഞ പാടിൽ പാലുണ്ടല്ലോ, അത് തിളപ്പിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ. അത് പെരിശാന്തിമാരുമല്ലേ ഇവിടെ കൊണ്ടുവച്ചോ. അപ്പൊ നമ്മ ഈ ശിവേലി കഴിഞ്ഞ് വന്ന പാട് അത് കുടിക്കാം. ചിലപ്പോ അതിന് മുമ്പേ കുടിക്കാം. രാവിലെ നമ്മള് പോകുമ്പോ ഭക്ഷണം കഴിച്ചിട്ടേക്ക് പോകുന്ന ഏടെ ഭക്ഷണം 2-3 ഇല്ല, 3-3:30 ഇല്ല, ഒന്നുമില്ല. പിന്നെ ഈ 10 ദിവസം ഓരോ തരം വാഹനങ്ങളാണ്. അതാണ് പ്രശ്നം. എല്ലാ ദിവസവും ഇന്നൊന്ന് വാഹനം എന്നാണ് നിയമം. അതെടുക്കാൻ എത്രയായാലും 8 ആള് ഓരോ വാഹനത്തിന് വേണം. ഉത്സവകാലം അല്ല 8 അല്ല, 4 വേണമല്ലോ. 3 വാഹനത്തിന് 12. പിന്നെ സഹായിയായിട്ട് വേണ്ടി വരും. അതിലെങ്ങനെ വെച്ചാൽ നമ്മൾ സാക്ഷാൽ അവിടുന്ന് 2 പോകും. ഒന്ന് വിഷ്ണുവിൻ്റെതും ഒന്ന് നരസിംഹത്തിനും. ആദ്യം വിഷ്ണുവിൻ്റെ ഇറങ്ങിയാൽ മറ്റേ നരസിംഹത്തിൻ്റെ ഇറങ്ങിക്കോളാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പടിഞ്ഞാറ്. അപ്പോൾ ഇവിടുന്ന് ആദ്യം വലിയ നമ്പി തന്നെ എല്ലാവർക്കും ദീപാരാധനാകാം. പിന്നെ പുറത്തിറങ്ങിയാൽ ആടുന്നും വേണം. പടിഞ്ഞാറേ നടയിൽ മറ്റേ വാഹനം വരും, അത് ശ്രീകൃഷ്ണന്റെ. അത് ആടെ തീരാടെ നിന്ന് കഴിഞ്ഞാൽ ആടെ ഈ പഞ്ചമി തമ്പിയാണ് ദീപാരാധനാകാം. പിന്നെ ബാക്കി പോയിക്കോളാം. ആറാട്ടിന് പോകണല്ലോ. അതെങ്ങനെയാ അതിന്റെ ചടങ്ങുകൾ കാര്യങ്ങൾ? ആറാട്ടിന് പിന്നെ തന്ത്രിയുടെ ചടങ്ങായി. നമുക്ക് വലിയ ഭാരമൊന്നുമില്ല. അവര് ശ്രീഭൂതോലി തൂവാ. നമ്മ ശിവേലി ചെയ്താലും ശ്രീഭൂതോലി അവർ തന്നെ ചെയ്യുന്നു. അകത്തൊരു പുണ്യാഹവും ഇതെല്ലാം വരും. പഞ്ചമി ശുദ്ധിക്കും. അതെല്ലാം നമ്മ
സഹായിക്കണമല്ലോ. പിന്നെ അത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഒരുമിച്ച് തന്നെ നിന്ന് കുടിയേറ്റും അങ്ങനെ നല്ല തിരക്കുള്ള സമയമാണ്. പുത്തരിക്കെല്ലാം നമ്മൾ തന്നെ പൂജ കഴിക്കേണ്ടി വരും. പൂജ വെച്ചാൽ അങ്ങനെ പൂജയല്ല, നമ്മൾ ഇത് പൂജയെല്ലാം ചെയ്താലും നമ്മൾ ഇതെടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഏൽപ്പിക്കണമല്ലോ. ഇപ്പോ ഒരു ദിവസം ഭക്തർക്ക് ഇന്ന സമയം അങ്ങനെ ഉണ്ട്? രാവിലെ ഇത് കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം കഴിഞ്ഞാല് പിന്നെ ഒരു ദർശനമുണ്ടോ സംശയമാണ്. ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ പൂജയിലായില്ലേ. പൂജ കഴിഞ്ഞാൽ പിന്നെ നിവേദ്യം കഴിഞ്ഞ ആദ്യം അഭിഷേകത്തിനൊരു നദ്യം, അത് ആദ്യം കഴിയും. പിന്നെ രണ്ടാമത്തതാണ് മാർത്താണ്ഡ പൂജ. അപ്പൊ അതും കഴിഞ്ഞാല് ശിവേലി. ഒരു 6:30-6:45 ശിവേലിക്കറങ്ങലായി. അത് കഴിഞ്ഞ് പോയി വന്നപാട് ഇവർക്ക് കുറച്ച് സമയം വേണമെങ്കിൽ സന്ദർശനം നടത്താം. 7-7:15 നിർത്തണം. തമ്പുരാൻ തുറക്കണം. പിന്നെ ഇവരെല്ലാം വന്ന് പോയി കഴിഞ്ഞാൽ തമ്പുരാൻ വന്നാൽ തമ്പുരാൻ മറ്റേതൊക്കെ അങ്ങോട്ട് പോകുമല്ലോ. അപ്പം വല്ല നമ്മളെന്താക്കുക വെച്ചാൽ പുറത്തുകൊണ്ട് എടുത്തിട്ടുണ്ട്. നേരെ ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. നേരെ പോവാം. അപ്പോൾ ആ കിഴക്കേ നടയിൽ ആടെ പോകുന്ന വഴിക്കെല്ലാം പറ്റ കച്ചവടക്കാരാണ്. കൈകൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അപ്പം എല്ലാം മാറ്റിക്കോളാം അവരുടെ. പിന്നെ നേരെ അപ്പുറത്ത് തന്ത്രിമഠം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ആടെ നേരെ കുസുവണങ്ങ പോകാൻ ഇതെല്ലാം ഇപ്പം അതെല്ലാം പരിഷ്കരിച്ച് നല്ല വൃത്തിയാക്കി പോയി. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ 8 മണിക്ക് പാൽപ്പായസം ആകുമ്പോഴേക്ക് എത്തണമെന്നാണ് നിശ്ചയം. ചിലപ്പോ കൂടുതൽ എത്താനാവില്ല. അപ്പോൾ കട്ടണ്ടേ 10-20 ഉണ്ടാവും. ഓരോ ചെമ്പിന്റെ ഇത് 2 കൂടി പെണ്ണ് കൊണ്ടുപോകാൻ കുറെ മണ്ഡപത്തിൽ കുറെ ബാക്കി താഴെല്ലാം വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ദ്രവ്യം കഴിച്ചാൽ ഇത് കൊണ്ടുവന്നവരെ നമുക്കൊരു സമാധാനമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം പുരാടിയിരിക്കും. കുറച്ച് ഇവരെല്ലാം പോയി മണ്ഡപം തെളിച്ചതിന് ശേഷം അകത്ത് വരണം. കഴിഞ്ഞാൽ ശിവൻകോവിൽ എന്നാ പറയല്ലേ അതിനപ്പുറത്ത് ത്രിമൂർത്തി ക്ഷേത്രം, ബ്രഹ്മാവ് വിഷ്ണു ശിവൻ, ഇവിടെ വേണമെങ്കിൽ പൂജ കഴിക്കാം. വേറെ എവിടെയും കഴിക്കാൻ പാടില്ല. അങ്ങനെ ഇതുണ്ട്. പിന്നെ ഏറ്റുമാനൂര്, പിന്നെ ഏറ്റുമാനൂര് ഹരിപ്പാട്, അത് ഇതിന്റെ കീഴിലാണ്. നമ്മൾ ആടുന്ന് റെക്കമെൻഡ് ചെയ്യണം അവിടത്തേക്ക് ശാന്തിക്ക്. ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് ഏറ്റുമാനൂര്, ഒന്ന് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി. അത് രണ്ടും ഇതിന്റെ കീഴിലാണ്. അപ്പൊ അവിടെ നമ്പി ആയി കഴിഞ്ഞാൽ ഈ 2 ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പാടില്ല. അവിടെ 2 സ്ഥലത്ത് പാടില്ല. ബാക്കി എല്ലായിടത്തും ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഒന്നുമില്ല. പിന്നെ ശബരിമലയും അതിൽ പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശബരിമലയിൽ ഇപ്പൊ നമുക്ക് പുറപ്പെടാശാന്തായിട്ട് കിട്ടലില്ല. വേറെ ദേവസ്വം നറുക്കെടുപ്പിലൂടെ വരുന്നതല്ലേ. അതുപോലെ അങ്ങ് 10ാമത്തെ വയസ്സിലാണ് താന്ത്രിക വിദ്യകൾ അഭ്യസിച്ച് തുടങ്ങിയത്. സമാവർത്തനം കഴിഞ്ഞാൽ 3 വർഷമാണ് മുമ്പേ ഉപനിച്ചാല് അതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഇത് ഉപദേശമൊക്കെ തരലായി, മന്ത്രം പഠിക്കലായി. ഇനി എത്ര വയസ്സാവണം അങ്ങനെ എന്തെങ്കിലും? അതുണ്ട്, ഉപനയത്തിന്റെ സമയമുണ്ട്. ഞാൻ എനിക്ക് 9ാമത്തെ 10ാമത്തെ വയസ്സിലാണ് ഉപനിച്ചത്. പിന്നെ സമാവർത്തനം കഴിയുമ്പോഴേക്ക് അന്ന് പിന്നെ ആ സമയത്ത് സ്കൂളിൽ പോകില്ല. അപ്പൊ ആ സമയമാകുമ്പോൾ കുറെ എല്ലാം പഠിച്ചു. പിന്നെ കുറെ തന്ത്രത്തിനെല്ലാം പോകുമ്പോൾ നമ്മളെല്ലാം കൂട്ടും. അപ്പൊ പിന്നെ ആ കൂട്ടത്തിൽ പഠിച്ചോളാം. മന്ത്രം ആദ്യം തന്നെ പറഞ്ഞു തരും. പൂജയെല്ലാം അപ്പൊ പഠിച്ചു കഴിഞ്ഞല്ലോ. ഗുരു അച്ഛൻ അച്ഛൻ. വൈദ്യം പഠിക്കാൻ മാത്രം നീലേശ്വരത്ത് കല്ലമ്പള്ളി വൈദ്യർ എന്ന് പറയും. അദ്ദേഹം രാമന്തോൾ മൂസിന്റെ ശിഷ്യനാണ്. പഞ്ചകർമ്മം മുതലായ എല്ലാവിധ അഗാധ പണ്ഡിതനുമാണ്. 12 വർഷം പഠിച്ചു. അല്ല, ഞാൻ 14 കൊല്ലം പഠിച്ചു. ഒരു 18ാമത്തെ വയസ്സിലോട്ട് പോയതാണ്. 14 വർഷം പഠിച്ചാൽ നല്ലതായി. 4 വർഷം തന്നെയായി അവസാനം. പഠിക്കാനുണ്ടായ ഒരു കാരണം അച്ഛന്റെ നിർദ്ദേശം തന്നെ. നിർബന്ധപൂർവ്വം പോലെ തന്നെ പറയാം. പിന്നെ നമ്മള് 4 മക്കളുണ്ടായിട്ട് ഒരുത്തനെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മോശമല്ലേ? അല്ല, അങ്ങനെ നിർദ്ദേശിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണം? അച്ഛനും ഈ ഗുരുനാഥനും നമുക്ക് സുഖമില്ലാണ്ട് ഞാൻ ഇരിക്കുന്നതിന് മുമ്പേ ചെറിയത്തം ജനിച്ചപ്പോഴാണ് തോന്നുന്നു. അപ്പോ നമുക്ക് വളരെ മരിച്ചു തന്നെ കണക്കാക്കിയത്. അങ്ങനെയൊക്കെ രക്ഷിച്ചതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ പഠിപ്പിക്കണം എന്നൊരു തോന്നലെന്ന്. അപ്പോൾ ബില്ലേട്ടൻ 10ാം ക്ലാസ് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ മാഷാവാൻ വേണ്ടിയിട്ട് കണ്ണൂർ TTCക്ക് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു. പക്ഷെ TTCക്ക് ചേർന്നിട്ട് പാസ്സായി. പിന്നെ സ്കൂൾ ചേർന്നിട്ടാന്ന് തോന്നുന്നു. TCC പോയി. പിന്നെ അപ്പോഴാണ് അച്ഛൻ പോകും. ഏട്ടൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ സമാവർത്തനത്തിന് ആയി കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോകേണ്ട ഏട്ടൻ വരുമ്പോൾ ഉണ്ടാവും. ഞാൻ കോഴിക്കോട്ട് വന്നു. വൈദ്യം പഠിക്കട്ടെ. ഇപ്പം ആരും ഒരാളില്ല, ഞാൻ ശരിയാവില്ലല്ലോ.
അപ്പോൾ സംസ്കൃതം പഠിപ്പിക്കാൻ ആളില്ലാത്ത സമയം. അപ്പോൾ ആ സമയത്ത് പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ സ്കൂളിൽ ചേർന്നിട്ട് SLC ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായി. പിന്നെ അതിലെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അച്ഛനാടി ഇരിക്കുന്ന സമയമാണ് പോയിട്ട് പിന്നെ മുണ്ടശ്ശേരി പാസ്സായതാണ്. അതിന് മുമ്പേ പാസ്സായി. അവിടുന്ന് ഈ ഡാൻസിനൊക്കെ സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ BA അല്ലേ സംസ്കൃതത്തിൽ, BSc ചേർന്നു. മലയാളത്തിൽ സെക്കൻഡ് ക്ലാസ്, അതിന് പിന്നെ MA ഒക്കെ ചേർന്നു. അതിന് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായി. അപ്പോൾ ഇവിടെ പയ്യന്നൊരു കോളേജ് തുടങ്ങുന്ന കൊല്ലം പിന്നെ നേരെ വന്നിട്ട് ഇവിടെ ചേർന്നു. അങ്ങയുടെ വിദ്യാഭ്യാസ കാലഘട്ടം, സ്കൂൾ ജീവിതമൊക്കെ എവിടെ? അങ്ങനെ എൻ്റെ ഇരുപത്തും പിന്നെ നീലേശ്വരത്തും. അതുപോലെ മാതാപിതാക്കളുടെ കുറിച്ച് അവരെ പേര്? അമ്മയുടെ അച്ഛൻ്റെ പേര് കേശവ പട്ടേലി, അമ്മയുടെ പേര് കാർത്തിയായനി അന്തർജന. തറവാട് എവിടെ? തറവാട് ശരിക്കും ഇപ്പൊ നിലവിൽ മേക്കാട്ടാണ്. ഒറിജിനൽ കാഞ്ഞങ്ങാടായിരുന്നു പണ്ട്. ആടുന്ന് കക്കാട്ട് വന്നു, ആടുന്ന് ഓഹരി വെച്ചിട്ട് മേക്കാട്ട് വന്നു. ആടുന്ന് ഇത് പിന്നെ ഒരു അച്ഛനെല്ലാം ജനിക്കുന്നതിന് കുറെ കൊല്ലം മുമ്പേ ഈ സ്ഥലം മുമ്പേ എടുത്തിട്ടുണ്ട്. കൂരോമ്പകയിലെ സ്ഥലം പിന്നെ മറുവാട്ടാക്കി. പിന്നെ ഇപ്പൊ പുതിയ നിയമം വന്നേ പിന്നെ ജമ്മാക്കിയത്. അന്നേ പത്തായപ്പരയിൽ ആദ്യം തന്നെ പണി ചെയ്തിട്ട് ഇവിടെ കുരുമുളകും പിന്നെ നെൽകൃഷി, പൊനം കൃഷി, ഇതൊക്കെ അന്ന് കാര്യസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ. ഏകദേശം എത്ര വർഷം മുമ്പായിരിക്കും? അത് ഏകദേശം ഒരു 100-200 വർഷം മുമ്പായിരിക്കേ. കാരണം അച്ഛൻ ജനിച്ചിരിക്കുന്നതിന് മുമ്പേ എൻ്റെ അടുത്തിട്ട് പറഞ്ഞാല് അച്ഛനും അച്ഛൻ്റെ അമ്മയും മാത്രമേ, ഭാര്യ മാത്രമേ ഉള്ളൂ. പിന്നെ ചിറ്റപ്പനുണ്ട്, അവരുടെ മക്കളാണ് ഈ കേശവൻ, നന്ദി മുതലായവര്. അച്ഛൻ്റെ മുത്തശ്ശൻ്റെ അനിയന്റെ മക്കളാണ്. മക്കളെ ആ പാരമ്പര്യം. അപ്പൊ അന്ന് ഇടിയുണ്ട്. പിന്നെ ഈ വലിയ പാല എന്ന് പറഞ്ഞാൽ അതെല്ലാം മുമ്പേ തന്നെ വെച്ചിരിക്കുന്നു. അതുപോലെ പിന്നെ പത്നി, പിന്നെ മക്കള്, സഹോദരങ്ങൾ വരല്ലോ. പത്നി നീലേശ്വരത്ത് പട്ടേന താമരശ്ശേരി ഗോവിന്ദ മാഷിയുടെ മകളാണ്. പേര് ശാന്തകുമാരി. അതിന് മൂത്ത മകള് സിന്ധു എന്ന് പറഞ്ഞാൽ ദേവകി എന്നാ പേര്. ഓളിപ്പോ രാജാസിലെ ടീച്ചറാണ്. പിന്നെ മകൻ ഇത് ബോളിയും ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ട്രെയിനിങ് എല്ലാം കഴിച്ചിട്ട് നേരെ ദുബായിക്ക്. പിന്നെ ട്വിൻസ് 2 കുട്ടികളാണ്, വിദ്യയും ബീനയും. അവര് നവോദയയിലെ കൂടെ പഠിച്ച് അവസാനം ഇപ്പോൾ MSCക്ക് ചേർന്നപ്പോൾ അവര് വിപ്രോ കമ്പനിക്കാരുണ്ടോ ബാംഗ്ലൂർ, അവര് ഇന്റർവ്യൂ ചെയ്തിട്ട് അവരാ അടുത്തേക്ക് കൊടുക്കുന്ന ജോലിയായി. അവരും ജോലിയായി, അവരെയും വിവാഹം കഴിഞ്ഞു. അതിൽ മൂത്ത മകളെ കൊണ്ടുപോയി നമ്മൾ ബാന എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മാത്തെ ബന്ധത്തില്ല, അവരെ അന്ന് കഴിച്ചത്. ഇവൻ പിന്നെ കുളങ്ങാട്ടുകര, അവർ തൃശ്ശൂർ ജില്ല ഇവിടെ. മറ്റേത് ഒരാള് പിന്നെ മഞ്ചേരി കരിക്കാട്ട്, മറ്റോള് ചെറുതുരുത്തി കലാമണ്ഡലമുണ്ട്. ആദ്യം ദേശം ഉള്ളിലോട്ട് പോകണം. ഒരാണും ഒരു പെണ്ണും ഒരാണും. മറ്റേ കരിക്കാട്ടുള്ളവരൊക്കെ 2 ആണ്, മറ്റോക്ക് 2 പെണ്ണും. അതുപോലെ അങ്ങ് പൂജ ചെയ്തിട്ടുള്ള മറ്റു പ്രശസ്തമായ അമ്പലങ്ങള് അങ്ങനെ കഴിയില്ല. ഇപ്പൊ എവിടെ വേണമെങ്കിലും കഴിക്കാം. അല്ല അങ്ങനെയല്ല, ഇതിന് മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്? വേറെ പോയില്ല, എനിക്ക് സമയമില്ലല്ലോ. വൈദ്യുതി ഈ ഭാഗത്തിന്റെ ഗണപതി പൂജയും തന്ത്രവുമായിട്ട് പോകും. പിന്നെ അതിൽ 2 പ്രതിഷ്ഠ നമ്മള്, ഒന്ന് ഇളയത്തട്ട് കോവില്, പിന്നെ ഇവിടെ പിന്നെ പുലയനടക്കം കോവില്. അത് 2 നമ്മളെ പ്രതിഷ്ഠ. സഹോദരങ്ങളെ കുറിച്ച്? സഹോദരങ്ങള് മൂത്തത് പെണ്ണുങ്ങളാണ്. അവര് ആലമ്പാടി പിന്നെ ധർമ്മസ്ഥലം തന്ത്രി ആണ് കഴിച്ചിട്ടില്ല. അതിൽ രണ്ടാമത്തത് വലിയേട്ടൻ, മൂത്ത സഹോദരി ആലമ്പാടി പിന്നെ ഇവരെ ധർമ്മസ്ഥലം തന്ത്രി ഉണ്ടല്ലോ മാധവ പട്ടേൽ, അദ്ദേഹമാണ് കഴിച്ചത്. അതില് പിന്നെ രണ്ടാമത്തത് പിന്നെ ചെറിയേട്ടൻ പിന്നെ കാങ്കോൽ കരിങ്കോഴി നീലവലി എന്നാണ് വേളി. പിന്നെ ഞാനല്ലേ ഇപ്പത്തെ ഇങ്ങനെ ആയല്ലോ. പിന്നെ അല്ല, എൻ്റെ മുകളില് എൻ്റെ നേരെ താഴെ ഒരു പെണ്ണുങ്ങളുണ്ട്, അങ്ങോട്ട് പടിഞ്ഞാറിലെത്താൻ കൊണ്ടുപോയിട്ട്. പിന്നെ അതിൻ്റെ താഴെയാണ് നെടുവന്തോടിയിലെത്തോണ്ട് പോയിട്ട്. അവിടെ ഇവരെല്ലാം മരിച്ചു കേട്ടോ. ഏട്ടത്തിമാരും വലിയേട്ടനും മരിച്ചു. പിന്നെ മറ്റൊരു നെടുവന്തോടി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അനിയനെക്കാളും മുകളിൽ. പിന്നെ അനിയൻ വേളി കഴിച്ചത് പിന്നെ കൂത്താട്ടുകുളം. അവരിവിടെ താമസം കഴിഞ്ഞ കാസർഗോഡാണ്. നമ്മളെ ഉറയത്ത് വന്ന് പറയാം. പിന്നെ അമ്മയുടെ ബന്ധത്തിലെ ആരാണ്. അപ്പൊ അവരിവിടെ തന്നെ വളർന്നത്. ചോര് 2 കുട്ടികൾ.
അവർ വലിയ തന്ത്രമാണ്. മധുര തന്ത്രിയാന്ന് പറയും. അതല്ലേ അതിനിപ്പുറത്ത് ഒരു പരക്കല്ല് എന്ന് കാണാം. ആ പരക്കല്ല് ഇവരെ സ്വന്തം അമ്പലമാണ്. അതെല്ലേ പിന്നെ ആടെ ധന്വന്തിരിയാന്ന് ആടെ പൂജ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവാണ്. അതെല്ലേ അതിനെ കുറിച്ച് പടിഞ്ഞാറായി കാവ് പട്ടേരി എന്ന് പറയും. ആടെയാണ് നമ്മളെ മാധ്വാചാര്യരും ശങ്കരാചാര്യ അദ്വൈതവും ദ്വൈതവുമായിട്ട് ഒരു സംഭവമുണ്ട്. ആടെ ഒരു പ്രത്യേക മണ്ഡപത്തിലാക്കി ആടെ കൊല്ലത്തിൽ വരും ഇതെല്ലാം കഴിക്കുന്നുണ്ട്. അങ്ങിപ്പോ ആയുർവേദ ചികിത്സ നടത്തുന്നുണ്ടോ? ഇല്ല ഞാൻ നമ്പി കഴിഞ്ഞ ബന്ധത്തിന് ഒന്നുമില്ല. പിന്നെ ഇയാളാണ് അവസാനം വരെ ഉണ്ടായിരുന്നു. അയാളും വെച്ചു. ഞാൻ പ്രൈവറ്റ് അല്ലേ. ഈ പുതിയ നിയമപ്രകാരം നമുക്ക് ലൈസൻസ് പുതുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പുതുക്കിക്കൊണ്ടിട്ടുണ്ടായിരുന്നതാണ്. അവസാനം അവരോട് ഇപ്പൊ ഒന്നും നിയമമില്ലല്ലോ, അപ്പൊ ഞാൻ നിങ്ങൾ കൊടുക്കുന്നു പറഞ്ഞു. കൊടുത്തു. അതിന് ശേഷം മറുപടി ഒന്നുമില്ല. അങ്ങനെ നിർത്തി. ഈ ആസവാരിഷനിലുണ്ടെങ്കിൽ ഇവരുടെ ഡ്രഗ്സ് ആക്ട് ഉണ്ടല്ലോ, അവരുടെ ഇത് പ്രകാരം പിന്നെ വേറെ ഏജൻസി എടുക്കണം. അത് ഇല്ല. ഇപ്പൊ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുണ്ട്? അങ്ങനെ ക്ഷേത്രത്തില് ഇല്ല ഞാൻ വന്നേ പിന്നെ ഇങ്ങനെ മുട്ട് ശാന്തി പോയ 1, 2, 3 ഇങ്ങനെയൊക്കെ നിൽക്കാന്നല്ലാണ്ട് വേറെ എവിടെയും പോയില്ല. പിന്നെ ഇപ്പൊ അത്യാവശ്യം പന്തപ്പിന്റെ സഹായത്തിന് പോകുന്നതല്ലാണ്ട് ഇപ്പൊ ഒട്ടും പറ്റൂല. ഇപ്പൊ അങ്ങയുടെ ഒരു ദിവസം എന്റെ രാവിലെ ഇപ്പൊ നേരത്തെ എണീക്കില്ല. അല്ലെങ്കിൽ ഒരു 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എത്തിയാല് കുറച്ചു നേരം ഇങ്ങനെ നടക്കലോ വായന ഇതെല്ലാം. വായനയൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പല്ലെല്ലാം തേച്ച് കുളി കഴിഞ്ഞ് വന്നാല് ഒരു ഗ്ലാസ് ചായ. അത് കഴിഞ്ഞാൽ പിന്നെ ജപവും നമസ്കാരവും ഇതെല്ലാം കഴിഞ്ഞാല് ഇപ്പൊ പാരായണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പേപ്പർ വായന അതെല്ലാം കഴിഞ്ഞാല് പിന്നെ അധികം നടക്കലില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കലില്ലല്ലോ. നടക്കാൻ തുടങ്ങി. ഈ ആഴ്ച മുതൽ തുടങ്ങി നടക്കാൻ. അപ്പൊ അതിൻ്റെ ഇടക്ക് അതിൻ്റെ അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണം ഒക്കെ നടന്നു. ഇത്രയും വിലപ്പെട്ട അറിവുകൾ പിന്നെ ഞങ്ങളുമായി പങ്കുവെക്കാൻ അങ്ങ് കാണിച്ച വലിയ മനസ്സിന് നന്ദി പറയുന്നു. അങ്ങേക്ക് കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ചയോടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. പരിപാലയന്ത ന്യായേന മാർഗേണ മഹിമഹീശ. ഓം ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എപ്പോഴും പ്രാർത്ഥന തന്നെയാണ്.